കോഴിക്കോട് ബാലുശ്ശേരിയിലെ സ്വീകരണ സമ്മേളനത്തിൽ എം.വി. ഗോവിന്ദന് പെൻഷൻ തുക കൈമാറിയതിൽ ട്വിസ്റ്റ്. പണം കൈമാറിയത് നേതാക്കൾ പറഞ്ഞിട്ടെന്ന് ബാലുശ്ശേരി സ്വദേശി മൊയ്തി. എം.വി. ഗോവിന്ദന് പണം നൽകിയാൽ തിരിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. പണം നൽകുന്ന ദൃശ്യങ്ങളൊക്കെ വൈറലായിരുന്നു. ഒരു കാര്യം മാസ് വാങ്ങിയായിട്ട് കൂട്ടിക്കോട്ടാ. ഓരോരോ നേതാക്കന്മാരെ എത്തിയെത്തും, പിണറായിന്റെ എത്തിയെത്തും, വേറെ എല്ലാവരും എത്തിയെത്തും. പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തിയെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ കളിക്കുന്നില്ലേ? അതേമാതിരി ഞാൻ സ്റ്റേജിന്മേൽ കയറിയിട്ട് കളിച്ച മുപ്പരെത്തിയെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ എല്ലാം തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങൾ എന്നെ കീസയിലിടിയെന്നും പറഞ്ഞു, കീസയിൽ വെച്ചിട്ടൊന്നും പറഞ്ഞു, കീസയിലിട്ട് തന്നു. വിശദാംശങ്ങൾ ദീപ ഹരീന്ദ്രനാഥ് നൽകും. ദീപ, ഗുഡ് മോർണിംഗ്. ദീപ, എനിക്ക് ചില സിനിമയിലെ രംഗങ്ങളൊക്കെയാണ് മനസ്സിലേക്ക് കടന്നു വന്നത്. ഒരു നിഷ്കളങ്കനിയായിപ്പോയി പാർട്ടി ഈ രീതിയിൽ ഒരു ഡ്രാമയ്ക്ക് ഏർപ്പെടുത്തിയതല്ലേ? തീർച്ചയായിട്ടും അഞ്ജിത, അത്തരത്തിൽ തന്നെയാണ്. ഇത് പല സിനിമകളുമായി നമുക്ക് ബന്ധപ്പെടുത്താം. അങ്ങനെയാണ് ഈ വീഡിയോയും പ്രചരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ, ഇപ്പോൾ ഇറങ്ങിയ ഈ വീഡിയോ എന്തായാലും കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളും ഏറ്റെടുത്തിട്ടുണ്ട്. PR വർക്ക് അത്രയും ശക്തമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരണങ്ങളും നടക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. കഴിഞ്ഞ 9-ാം തീയതിയാണ് വടക്കൻ മുന്നേറ്റ ജാഥ, അതായത് CPM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന വടക്കൻ മുന്നേറ്റ ജാഥ ബാലുശ്ശേരി മണ്ഡലത്തിലെത്തിയത്. അപ്പോഴാണ് ഈ ഈയാട് സ്വദേശിയായ മൊയ്തി, വയോധികനാണ്, അദ്ദേഹം സ്റ്റേജിൽ കയറി 2000 രൂപ M.V. ഗോവിന്ദന് നൽകുകയും അദ്ദേഹം ഈ പണം എണ്ണി നോക്കി അദ്ദേഹത്തിൻ്റെ മൊയ്തിയുടെ പോക്കറ്റിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയും നൽകി. തുടർന്ന് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഇത് ഈ സംഭാവന സ്വീകരിച്ചതായി കരുതണമെന്നും പറയുന്ന വീഡിയോ ആണ് വലിയ രീതിയിൽ പ്രചരിച്ചത്. പണം നൽകുന്നതിന് മുൻപേ തന്നെ മൊയ്തി പറയുന്നുണ്ട്, LDF സർക്കാർ തന്നെ വരണം, എന്നാലേ എനിക്ക് ക്ഷേമ പെൻഷൻ കിട്ടുകയുള്ളൂ, UDF വന്നാൽ എന്ന് മൊയ്തി പറയുന്ന രീതിയിലായിരുന്നു ആ വീഡിയോ പ്രചരിച്ചത്. ഇതാണ് ഈ വീഡിയോയ്ക്കെതിരെയാണ് മറ്റൊരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നത്. അതായത് മൊയ്തിയുടെ തന്നെ വീഡിയോ ആണ് പ്രചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബസ് സ്റ്റോപ്പിൽ വെച്ച് മറ്റൊരാൾ ചിത്രീകരിച്ച വീഡിയോ ആണ്. ഇതിൽ മൊയ്തി പറയുന്നുണ്ട്, ഇത് പാർട്ടിക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജിലെത്തിയതും അതുപോലെ തന്നെ പണം നൽകിയതും എന്നാണ്. പാർട്ടിക്കാർ പറയുന്നുണ്ട്, ഈ പണം നിങ്ങൾ നൽകിയാലും തിരിച്ച് ആ പണം നിങ്ങൾക്ക് തന്നെ ഗോവിന്ദമാഷ് തരുമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ വേദിയിലെത്തുന്നതും അത് അങ്ങനെ തന്നെ നൽകി, ഞാൻ കൊണ്ട് ചെയ്തതല്ല എന്നുമാണ് മൊയ്തി വെളിപ്പെടുത്തൽ. എന്തായാലും ഈ വീഡിയോ വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. കോൺഗ്രസ് അടക്കം ഇത് പ്രചരണ ആയുധമായി എടുക്കുന്നുമുണ്ട്. അഞ്ജിത, എന്തായാലും മൊയ്തീൻക പാർട്ടിക്ക് കൊടുത്തത് വല്ലാത്തൊരു പണിയായിപ്പോയി. പുള്ളിയൊക്കെ നിഷ്കളങ്കമായി വേദിയിൽ നിന്നൊക്കെ താഴേക്ക് വന്നപ്പോൾ വളരെ നിഷ്കളങ്കമായി ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. കൂട്ടത്തിൽ ആരോ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു. അതൊരു ഡ്രാമയാണെന്ന് എല്ലാവർക്കും. ഗോവിന്ദമാഷ് പോകുന്ന എല്ലായിടത്തും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറ്റും. ഒരിടത്ത് ബംഗാളികൾ വന്ന് ജയ് വിളിക്കുന്നു, ഇവിടെ ഇതിങ്ങനെയായി പോകുന്നു. എന്തൊക്കെയായാലും സാരമില്ല, ഒരു മാറ്റമല്ലേ. അല്ല, പല രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളത് അല്ലേ, നമ്മൾ സിനിമകളിലൊക്കെ വളരെ രസകരമായിട്ട് കാണാറുണ്ട്. എന്തായാലും എൻ്റെ മൊയ്തീൻക എന്നിപ്പോ അത് ഏൽപ്പിച്ച ആളുകൾ പറയുന്നുണ്ടാവും, ഇമാതിരി ഒരു ചതി വേണ്ടായിരുന്നു, പ്രതീക്ഷിച്ചിട്ടില്ല ഇല്ലാന്ന് പറയുന്നുണ്ടാവും അവര്. ഓക്കെ, ഇനി